തുടക്കത്തിൽ പറഞ്ഞത് രഞ്ജിത്ത് കേട്ടിട്ടുണ്ടാവും. അതിന് പിന്നാലെ വളരെ പെട്ടെന്ന് ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ വി ഡി സതീശനെ പ്രേരിപ്പിച്ചതുണ്ടാവും. തീർച്ചയായും ഇതിനകത്ത് ഒരു വിഷയം രസകരമായ കാര്യം, ഈ നമ്മുടെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ ഗാനം പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യുന്നു, പൂർണ്ണമായിട്ടും പാടുന്നു, തുടക്കത്തിലും ഒടുക്കത്തിലും പാടുന്നു. അപ്പോഴൊന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തോ ലീഗിൻ്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. ആദ്യമായി ഇതിൽ രംഗത്ത് വരുന്നതാണ് ഇത് മുഹമ്മദ് റിയാസ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഹമ്മദ് റിയാസ് രംഗത്ത് വരികയാണ്. മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിട്ട് പറഞ്ഞെന്താണ്, ഇത് മതപരമായിട്ടുള്ള ഒരു വിമർശനമല്ല, തീർത്തും പൊളിറ്റിക്കലാണ്. ഇത് എവിടെയാണ് പൊളിറ്റിക്കലാവുന്നത്? ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് ഈ നേരത്തെ ഗൗതം പറഞ്ഞത് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ 1870 രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത് കോൺഗ്രസ് സമ്മേളനത്തിന് ആലപിക്കുന്നത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് 82 മുതൽ 37 വരെ 55 വർഷക്കാലം ഇത് കൃത്യമായി തന്നെ എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളിലും പൂർണ്ണമായും ആലപിച്ചിരുന്നു. അതിനുശേഷം ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഇതിനെ രണ്ടുപേരാണ്, അതായത് ബ്രിട്ടീഷുകാരും ലീഗുകാരുമാണ് തുടക്കത്തിൽ മുതൽ ഈ വന്ദേ മാതരത്തെ എതിർത്തുകൊണ്ടിരുന്നത്. അതേ സമീപനം സ്വീകരിക്കുന്ന ആരാണ് കേരളത്തിൽ? മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് ശേഷം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റി, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ വിമർശിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണം എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകർ വി ഡി സതീശനോട് ചോദിച്ചു, വന്ദേ മാതരം ആലപിച്ചതിനെതിരെ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുന്നു, അങ്ങ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണല്ലോ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അത് ഭരണഘടന, അത് കോടതി പോലും അതിനെ നിയന്ത്രിച്ചതാണല്ലോ എന്നായിരുന്നു ചോദ്യം. അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടി ഒഴുക്കൻ മറുപടിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വി ഡി സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമല്ല, ഗവർണറാണ് വിശിഷ്ടാതിഥി, ഗവർണറുടെ വിവേചനാധികാരമാണ്, അത് ആലപിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഞങ്ങളതിൽ ഇടപെടുന്നില്ല. വന്ദേ മാതരം ആലപിക്കുമ്പോൾ അതിൽ ഇടപെടുന്നത് ശരിയല്ല, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്, അതുകൊണ്ട് ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്ങ് ചോദിച്ച ചോദ്യം, വി ഡി സതീശന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നതിന് പിന്നിൽ സമ്മർദ്ദമുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, എന്തുകൊണ്ടാണ് അന്ന് ആ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുറത്തു വന്ന വി ഡി സതീശൻ അതിനെക്കുറിച്ച് ഒരു വാക്കും മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ മിണ്ടാത്തത്? കാരണം ഇതൊരു ദേശീയതയുടെ ഭാഗമാണ് എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ്. ഒരു കുത്തിത്തിരിപ്പിന് താല്പര്യമില്ല എന്നതുകൊണ്ടാണ് അവർ അതിൽ വിഷയം ഉണ്ടാക്കാത്തത്. പക്ഷേ ആരാണ് ആദ്യമായി ഈ മതേതര രാജ്യമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ സെക്യുലറിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന CPM അല്ലേ ഈ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവിടെ എവിടെയാണ് പ്രശ്നം? ഇവിടെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് വന്ദേ മാതരത്തോടുള്ള വ്യക്തിപരമായ വിരോധമൊന്നുമല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായും CPM-ന് കൈവിട്ടു. ആ കൈവിട്ടു എന്ന തിരിച്ചറിവിൽ മരുമകന് കൃത്യമായി തന്നെ ഒരു വേദനയുണ്ട്. ഇനി 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് അമ്മാവൻ്റെ പിൻപറ്റി കയറിയിരിക്കണം. അതിന് മലബാർ മേഖലകളിലെ വോട്ട് പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് വരേണ്ടതുണ്ട്. സീറ്റ് കിട്ടുമെന്നും മരുമകന്റെ അവസ്ഥ പാർട്ടിയിൽ എന്തായിരിക്കുമെന്നുള്ളത് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, അടുത്ത 5 വർഷക്കാലം വി ഡി സതീശനേക്കാൾ അല്ലെങ്കിൽ മറ്റാരേക്കാൾ വലിയ മതതീവ്രവാദി, ഇസ്ലാമിക തീവ്രവാദി അല്ലെങ്കിൽ ഇസ്ലാമിക ശക്തികൾ, തീവ്ര ശക്തികൾക്ക് വേണ്ടി വാദിക്കുന്ന ആൾ ഞാനാണ് എന്ന് ഈ പൊതുസമൂഹത്തെ, ഇസ്ലാമിക ശക്തികളെ, SDP അടക്കമുള്ള, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള, ലീഗ് അടക്കമുള്ള സംഘടനകളെ ബോധ്യപ്പെടുത്തേണ്ടത് റിയാസിന്റെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്, റിയാസിന്റെ ഒരു ആവശ്യമാണ്. അതിന്റെ ഭാഗം മാത്രമായി റിയാസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.